G&G വിഷൻ ടോക്കിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ ആദ്യം കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കല്ലേ. പത്തനംതിട്ട ജില്ലയിലെ പരുമല ദ്വീപിലാണ് സ്ഥിതി ചെയ്ത് കേരളത്തിലെ പ്രസിദ്ധമായ ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രമായ സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് പള്ളി, അതായത് പരുമല പള്ളി. ഭാരതത്തിലെ ക്രൈസ്തവ സഭകളിൽ നിന്ന് ആദ്യ പരിശുദ്ധ സ്ഥാനം നേടിയ പരുമല തിരുമേനിയുടെ കബറിടം ഇവിടെ തന്നെയാണ്. ഈ ദേവാലയം തിരുവല്ലയിൽ നിന്ന് 7 കിലോമീറ്റർ, ചെങ്ങന്നൂരിൽ നിന്ന് 10 കിലോമീറ്റർ, പന്തളത്തിൽ നിന്ന് 25 കിലോമീറ്റർ ദൂരത്തിലാണ്. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ചരിത്രത്തിൽ സുപ്രധാന സ്ഥാനം അലങ്കരിക്കുന്ന ഈ പള്ളി പലതവണ മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷന്റെ വേദിയായിട്ടുമുണ്ട്. ഏറ്റവും കൂടുതൽ തവണ കത്തോലിക്ക സ്ഥാനാരോഹണം നടന്നത് ഇവിടെ തന്നെയാണ്. പുലിക്കോട്ടിൽ മാർ ദിവന്നാസ്യോസ് മെത്രോപ്പൊലിത്ത കോട്ടയത്തിന് തെക്കായി ഒരു സെമിനാരി വേണമെന്ന് ആഗ്രഹിച്ചു. അതിനായി കണ്ടെത്തിയ സ്ഥലമാണ് പരുമല. പമ്പാ നദി രണ്ടായി പിരിഞ്ഞ് വീണ്ടും ചേരുന്ന 10 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ ദ്വീപിന്റെ ഒരു ഭാഗം അരികുപുറത്ത് കോരുത്ത് മാർട്ടിൻ സഭയ്ക്ക് വിട്ടുകൊടുത്തതാണ് 1872. ആദ്യകാലത്ത് ഇവിടെ മാർ ദിവന്യസോസ് തന്നെ ചെറിയ കെട്ടിടത്തിൽ താമസിച്ച് വൈദിക വിദ്യാർത്ഥികളെ പഠിപ്പിക്കുമായിരുന്നു. അതിനടുത്തായി ഒരു ചെറിയ പള്ളിയും ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് ഈ പ്രദേശം ഭയപ്പെടുത്തുന്ന ഏകാന്തത നിറഞ്ഞതായിരുന്നു. ആളുകൾ ഭൂതപ്രേതങ്ങളുടെ സ്ഥലം എന്നതുപോലെ കരുതിയിരുന്നത്. ഇത്തരം സ്ഥലം ദൈവസേവനത്തിനായി മാറ്റാൻ മാർ ദിവന്യാസോസ് കണ്ടെത്തിയ വ്യക്തിയായിരുന്നു ചാതുരത്തിൽ ഗി വർഗീസ് കൊറെപ്പിസ്കോപ്പ. പിന്നീട് അറിയപ്പെട്ടത് പരുമല തിരുമേനി എന്ന പേരിലാണ്. അദ്ദേഹം പള്ളിയുടെ വളർച്ചയ്ക്കും സഭയുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കും അത്യന്തം ശ്രദ്ധ ചെലുത്തി. പഴയ മുളയും പലകയും കൊണ്ട് തീർത്ത പള്ളി പൊളിച്ച് 3 ത്രോണസുകളോട് കൂടിയ വലിയ പള്ളി നിർമ്മിച്ചു. 1895 ജനുവരി 27 പുലിക്കോട്ട് ജോസഫ് മാർ ദിവ്യനാസോസിനൊപ്പം ഈ പുതിയ ദേവാലയത്തിന്റെ കൂദാശ നടത്തി. ഇന്ന് എല്ലാ വർഷവും നവംബർ 1, 2 തീയതികളിലാണ് പരുമല പള്ളിയിലെ പെരുന്നാൾ. ഒക്ടോബർ 26 മുതൽ നവംബർ 2 വരെ തീർത്ഥാടന വാരമായി ആചരിക്കുന്നു. നിരവധി ഭക്തർ പദയാത്രയായി എത്തി പങ്കാളികളാകുന്നു എന്നതാണ് പ്രത്യേകത. പെരുന്നാൾ ദിവസങ്ങളിൽ മാവേലിക്കര, ചെങ്ങന്നൂർ, തിരുവല്ല താലൂക്കുകളിൽ സർക്കാർ പൊതു അവധി പ്രഖ്യാപിക്കാറുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.